ഗൈസ്, അപ്പൊ ഞാനിങ്ങനെ ഈ വേൾഡിൽ തന്നെ ഏറ്റവും കുക്ക് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ഡിഷാണ് ഷാലംബാ. അപ്പൊ അതൊരു ചൈനീസ് ഡിഷാണ്. നമ്മൾ മോമോസ് ഇല്ലേ, അത് നമ്മുടെ നാട്ടില് വേറൊരു വേരിയന്റ് ആണ്. അതുപോലെ ചൈനീസ് ഡിഷാണ്. പക്ഷെ ഇവിടെ ഒരു തൈവാനീസ് റെസ്റ്റോറന്റ് ഉണ്ട്, ഡിൻ തൈ ഫങ് എന്ന് പറഞ്ഞിട്ടുള്ള. അവിടെയാണ് ഇത് ഫേമസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. സോ ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു 3 day പ്രോസസ്സാണ് അത് ഒതന്റിക് ആയിട്ട് കുക്ക് ചെയ്യുന്നത്. നമുക്കത് ഈസി ആയിട്ട് കുക്ക് ചെയ്താൽ പോലും 2 days അത് എടുക്കും. നിങ്ങളെയും ജേർണിയിൽ കൂട്ടാമെന്ന് ഓർത്തു. അപ്പൊ ഇന്ന് അതിന്റെ ഫൈനൽ ഡേ ആണ്. സോ അപ്പൊ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാന്ന് പറഞ്ഞു തരാം. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. സോ വെൽക്കം. ഫസ്റ്റ് ഡേയിലെ പ്രോസസ്സ് എന്താന്ന് വെച്ചാൽ നമ്മളിത് ബോണിന് നമ്മൾ മാരോ എക്സ്ട്രാക്ട് ചെയ്യാനുള്ളതാണ്. അപ്പൊ നമ്മുടെ എല്ലൊരു 8 മണിക്കൂറോളം സാധാ അടുപ്പിലാണെങ്കിൽ സ്ലോ കുക്ക് ചെയ്ത് എല്ല് ഉരുക്കിയിട്ടുള്ള അതിന്റെ കൊളാജനാണിത്. പ്രഷർ കുക്ക് ചെയ്താൽ ഞാനൊരു പ്രഷർ കുക്ക് ഒരു 5 മണിക്കൂർ, ഇതൊരു 4.5 മണിക്കൂർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് കിട്ടിയ ബോൺ ബ്രോത്ത് ആണിത്. കേട്ടോ, ജിഗ്ലി ഇതിൽ വൈറ്റ് കളർ ഇരിക്കുന്നത് ഇത് മിൻസ്ഡ് മീറ്റ്. ഏതെങ്കിലും മീറ്റ് യൂസ് ചെയ്യാം, യുവർ ഫേവറേറ്റ് മീറ്റ്. ഇത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പൊ ഈ ചിക്കൻ കീമ ഞാൻ സെയിം റേഷ്യോയിലാട്ടോ മിക്സ് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിത് മിക്സ് ചെയ്യട്ടെ. ഞാനത് മിക്സ് ചെയ്യാൻ ലാസ്റ്റ് സോൾട്ട് വേണം. ഞാൻ ഭയങ്കര മെസ്സി ആയിട്ടുള്ള ഒരു കുക്കറാണ് ഗൈസ്. ഇത് ഞാൻ ഗാർലിക്കും പിന്നെ സ്പ്രിംഗ് ഓണിയൻസും ജസ്റ്റ് ഒരു ഇച്ചിരി സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ, ബട്ടർ യൂസ് ചെയ്ത് അതിൽ സോട്ട് ചെയ്തെടുത്താണ്. ഇച്ചിരി ഓയിലാണ് യൂസ് ചെയ്യാവുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മൾ ഇത് സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മോമോസ് അല്ല ഷാലംബാവോ ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഷുഗർ വേണം. ഇത്രയും ഷുഗർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ആഡ് ചെയ്യുന്നില്ല, കുറച്ച് ഷുഗർ ആഡ് ചെയ്തു. നല്ലെണ്ണ ആഡ് ചെയ്തു. സോയ സോസ് ആഡ് ചെയ്തു. പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. അപ്പൊ കണ്ടോ, ഇതാണ് എന്റെ മിക്സ്ചർ, ജെലാറ്റിൻ ആൻഡ് ദാറ്റ് മീറ്റ് മിക്സ്ചർ. അപ്പൊ ഇതിന്റെ ഒരു ഫസ്റ്റ് ഡേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിന്റെ കൊളാജൻ എക്സ്ട്രാക്ട് ചെയ്തു. സെക്കൻഡ് ഡേ കൊളാജൻ സെറ്റ് ചെയ്യാൻ വെച്ചു. അപ്പോഴാണ് ഇതിങ്ങനെ, അതായത് എനിക്ക് സെറ്റായിട്ട് ജെല്ലി പോലെ കിട്ടി. തേർഡ് ഡേ ആണ് നമുക്കിത് മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ബിക്കോസ് നമുക്ക് ആ ജെല്ല് വേണം. ഇത് മിക്സ് ചെയ്യുമ്പോൾ ബോത്ത് മീറ്റ് ആൻഡ് ദിസ് ജെലാറ്റിൻ ഷുഡ് ബി കോൾഡ്. അല്ലെങ്കിൽ ഇത് ഉരുകി തുടങ്ങിയാൽ നമുക്ക് ഈ നമ്മുടെ പോട്ട് സ്റ്റിക്കർ ഇല്ലേ, മോമോന്റെ കവർ, അതിലേക്ക് നമുക്കിത് ഇതാക്കാൻ പറ്റില്ല. സോ ഞാനിത് മോമോസ് ഫില്ല് ചെയ്ത് കാണിച്ചു തരാം. അതേ ഉള്ളൂ. ഇത് കണ്ടോ, അപ്പൊ ഇത് ഞാൻ ഇത്രയും വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി ഇത് ഫില്ല് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ദിസ് ഇസ് മൈ പോട്ട് സ്റ്റിക്കർ. ഇത് മൈദയും കുറച്ച് വാം വാട്ടറും ഉപ്പും മാത്രം മിക്സ് ചെയ്തുണ്ടാക്കിയതാണ്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇടിച്ചുണ്ടാക്കണം. ഇതിന്റെ ഗ്ലൂട്ടൺ ഇല്ല മൈദയിൽ, അത് ബ്രേക്ക് ആയാലാണ് സോഫ്റ്റ് ആവുള്ളൂ. കാരണം ഓയിൽ അത്ര നമ്മൾ യൂസ് ചെയ്യാനില്ല. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ ഇതിന്റെ മോയ്സ്ചർ നമ്മൾ പോകാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിൽ മേളിൽ വെക്കാത്തേ ഉള്ളൂ. അപ്പോൾ ഇത് ഫില്ല് ചെയ്യണം, ഓവർ ഫില്ല് ചെയ്യരുത്. പിന്നെ ഈ പോട്ട് സ്റ്റിക്കർ ഇല്ലേ, ഇതിന് കുറച്ച് തിക്നെസ്സും വേണം. ഇങ്ങനെ എനിക്ക് ഷേപ്പ് ചെയ്യാൻ അറിയത്തില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡംപ്ലിംഗ് സ്റ്റീമർ ഉണ്ട്. സോ ഇതിൽ തന്നെ വെച്ചാൽ മതി. അതില്ലാത്തവര് എന്തെങ്കിലും ബേക്കിംഗ് ഷീറ്റിലൊക്കെ വെച്ചിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് ബ്രേക്ക് ആവും. അപ്പോ ഗൈസ് സി, എന്റെ പൈപ്പിംഗ് ഹോട്ട് ഷാലംബാവ് കണ്ടോ. അപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള മിസ്റ്റേക്സ്, എനിക്ക് ഇതിന്റെ പോട്ട് സ്റ്റിക്കേഴ്സ്, അതായത് ഇതിന്റെ കവർ മേടിച്ചാൽ മതിയായിരുന്നു. ഇവിടെ റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും. പക്ഷെ എനിക്കെല്ലാം എവറിത്തിങ് സ്ക്രാച്ച് ഒന്ന് ഉണ്ടാക്കണം എന്നുള്ളതുകൊണ്ട് ഐ ട്രൈഡ് ലൈക്ക് ദിസ്. അതുകൊണ്ട് ഇതിന് അൺഈവൻ ആയിട്ടുള്ള, എനിക്ക് പരത്താനെല്ലാം നല്ല മടിയാണ്. സോ കുറച്ച് അങ്ങനെ പറ്റി. അപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കിയ ഇൻഹൗസ് എന്താണ് ചില്ലി ഓയിലാണ്. സോ ഇത് കഴിക്കുന്നതിനൊരു രീതിയുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തുകൊണ്ടാണ് സാധാ മോമോസ് കഴിക്കുന്നത്? വി ക്യാൻ ട്രൈ മോമോസ് ലൈക്ക് ദിസ്. അപ്പോൾ ഞാൻ നല്ല ഫില്ലിംഗ് ഉള്ളത് നോക്കിയെടുത്താണ്. സി, പൈപ്പിംഗ് ഹോട്ടാണ്, ദാറ്റ്സ് ഫൈൻ. ചോപ്പ് സ്റ്റിക്സ് ഉണ്ടെങ്കിൽ ഈ ബാഗിലാണ്, പോയി എടുക്കാൻ മടിയാണ്. സോ ഇവിടെ ഒരു ഹോൾ പോക്ക് ചെയ്യണം. കൂടെ ഉണ്ട്. ഓ, ചില്ലി ഓയിൽ സ്പ്രെഡ് ചെയ്യാൻ മറന്നുപോയി. ചില്ലി ഓയിലിനൊരു സ്പൂൺ എടുക്കട്ടെ.
അപ്പൊ ഗാച്ചു ബേബിക്കും കൂടെ കഴിക്കാനുള്ളതുകൊണ്ട് ഞാൻ എല്ലാത്തിലും ചില്ലി ഓയിൽ ഒഴിക്കുന്നില്ല. ഇതിൽ ഞാൻ ചില്ലി ഓയിൽ ഒഴിക്കുന്നു. ഈ ചില്ലി ഓയിലിന്റെ റെസിപ്പി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതിലൊരു ഹോൾ പോക്ക് ചെയ്യണം. ആൻഡ് യു ഡ്രിങ്ക് ദ സൂപ്പ് ജസ്റ്റ് ലൈക്ക് ദിസ്. യമ്മി. ഇത് ബോൺ മാരോ നല്ല മീറ്റിന്റെ ഫ്ലേവർ ഉള്ളതുകൊണ്ട് അത് നമുക്ക് ചിക്കൻ സ്റ്റോക്കിൽ ജെലാറ്റിൻ ഇട്ടും ഇത് ഉണ്ടാക്കാം. ബട്ട് ദിസ് ഇസ് വെരി ഒതന്റിക് ആയിട്ടാണ് ഇതുള്ളത്. യമി. നമുക്കിത് നല്ല ചൂടാ, പക്ഷെ എനിക്ക് കൺട്രോൾ കിട്ടുന്നില്ല. സോ ജ്യൂസിലേക്ക് ഇതുണ്ടോ, ഈ മോമോസ് ഞാൻ തന്നെ കഴിക്കാം. ഓക്കെ, ഭയങ്കര യമ്മിയാണിത്. യു ക്യാൻ ഇംപ്രസ് യുവർ ഗസ്റ്റ്. അതായത് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ എന്താണ് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് സെർവ് ചെയ്യാം. ഇത് അത്ര അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ്. നമ്മൾ നോർമൽ മോമോസിന്റെ ടേസ്റ്റേ അല്ല, നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ്. ബിക്കോസ് നമ്മൾ നോർമൽ മോമോസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അല്ല ഫില്ലിങ്സ് ഉണ്ടാക്കുന്നത്. സോ എവറിബഡി ഗിവ് ദിസ് എ ട്രൈ. ബൈ.